ഹായ് സുസ്മിത, എങ്ങനെയൊക്കെയാ ജീവിതം, കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? നന്നായി സുഖമോ സുസ്മിത എന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയും? സുഖം, കുറച്ച് സുഖമുണ്ട്. വലിയ സുഖം തോന്നില്ലെന്നാണ്. സുസ്മിതയുടെ ഒരു അവസ്ഥ എങ്ങനെ? ഈ അപ്രതീക്ഷിതമായിട്ട് വഴിതെറ്റി കയറിയതാണോ അതോ അഭിനയത്തിലേക്ക് തീരുമാനിച്ചു വന്നതാണോ? വഴിതെറ്റി കയറിയതാ. ആണോ? ഏത് വഴിയിലോട്ട് പോകുന്ന വഴിക്കാണ് തെറ്റിയത്? അത് അല്ല, കല്യാണം കഴിക്കാൻ പോകുന്ന വഴി വല്ലാണോ? അല്ല, കല്യാണം കഴിക്കണ്ടെന്ന് വെച്ചപ്പോഴാണ് ഈ അഭിനയത്തിലേക്ക് കയറിയത്. അതിനേക്കാൾ നല്ല ഇതാണെന്ന് തോന്നി. അതെ അതെ, ലോകത്തിലെ ആദ്യത്തെ പ്രസ്താവനയത്. കല്യാണം കഴിക്കുന്നതിനേക്കാൾ നല്ലത് സീരിയൽ അഭിനയമാന്ന് പറഞ്ഞു അല്ലേ? ഈ വൈഷ്ണവി എങ്ങനെ വഴിതെറ്റി വന്നാണോ? ഞാനും വഴിതെറ്റി തന്നെയാണ്. വഴിതെറ്റുന്നവരെല്ലാം വളരെ കൂടി വരികയാണല്ലോ. അല്ല, നമ്മള് പ്രതീക്ഷിച്ച് ഇതിനെ ഇറങ്ങി തിരിക്കണം എന്ന് പറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ അവസരങ്ങൾ വരുന്നത് കുറവായിട്ടാണ്. അമ്മയാണോ? അമ്മ എവിടെ ഇരിപ്പുണ്ടല്ലോ. അമ്മ ചെറുതായിട്ടൊന്ന് വഴി പ്രസന്ന അമ്മ. എങ്ങനെയായിരുന്നു ആ ദുരന്ത നാടകം തുടങ്ങിയത്? നമ്മുടെ നാട്ടിലെ ആ ദുരന്തം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു, കോവിഡ് സമയത്തായിരുന്നു. എല്ലാം പെട്ടെന്നായിരുന്നു. ആ ഒരു നന്നായി. കോവിഡ് അടിക്കണം നമ്മൾ. എന്നാലേ നിങ്ങൾ സംശയിക്കേണ്ട, കോവിഡ് അടിക്കണം. നമുക്ക് നമ്മളിലെ മനുഷ്യൻ ഉണരണമെങ്കിൽ കോവിഡ് അടിക്കണം. നമുക്ക് വൈഷ്ണവി അടിച്ച് കിടന്നുപോയോ? കോവിഡ് അടിച്ച് കിടന്നുപോയി. 15 ദിവസം. നന്നായി. റെസ്റ്റും കിട്ടി. വർക്കിന്റെ ഇടയ്ക്ക് ആയിരുന്നത് കൊണ്ട് കുറച്ച് ദിവസം 15 ദിവസം റെസ്റ്റ്. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് അഭിനയിച്ചോ? ഞങ്ങള് വേറൊരു ചാനലിൽ ഒരു സീരിയലില്. ഏത് ചാനലില്? അതൊക്കെ പറയാം. ഇവിടെ അങ്ങനെ പ്രശ്നമൊന്നും. ഇവിടെ മാത്രമേ പ്രശ്നം ഇല്ലാതുള്ളൂ. വേറെ എങ്ങും പോയി പറയും ചെയ്യും, അവിടെ പ്രശ്നം ഉണ്ടാവും. നീയും ഞാനും ഓക്കെ. അപ്പൊ അത് ത്രൂ ഔട്ട് വെല്ലെത്തിയായിരുന്നോ അതോ? ഇല്ല, ഞാൻ അതിനകത്തൊരു ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് പോയതാ. ഇയാളെ കൊല്ലാൻ പോകുന്ന എന്റെ കല്യാണത്തിന്റെ ഒരു സീക്വൻസ്. അതിനും കല്യാണം ഉണ്ടായിരുന്നോ? രക്ഷപ്പെട്ട് ഓടിയത് വേറൊരു കല്യാണത്തിലേക്കായിരുന്നു. അത് കല്യാണം അഭിനയിക്കാൻ രസമല്ലേ? മറ്റേ ഒറിജിനൽ കെട്ടുന്നതാണ് സുഖമില്ല. ഇല്ല, മറ്റേ അഭിനയിക്കുന്നതാണെങ്കിൽ. ഈ എവിടെയാ സുസ്മിതയുടെ നാട്? ഗുരുവായൂര് പാവർട്ടി എന്ന് പറയും. പാവർട്ടി നല്ല സ്ഥലമാണല്ലോ. അവിടെ നിന്ന് ഇങ്ങനെ ഒരു അഭിനേത്രി രംഗത്തേക്ക് വന്ന ആള് പാവർട്ടിക്കാർക്കൊക്കെ അറിയാമോ? അറിയാം, പറഞ്ഞു തുടങ്ങി. എന്റെ പാർട്ടിക്കാരി അല്ലേ എന്ന ആൾക്കാർ പറഞ്ഞു തുടങ്ങിയോ? വൈഷ്ണവി എനിക്ക് തോന്നുന്നത് ഈ പോസിറ്റീവ് ക്യാരക്ടർ ചെയ്യുന്നതിനേക്കാളും പ്രിഫർ ചെയ്ത് വില്ലത്തിയായിട്ടാണോ? അങ്ങനല്ല, എനിക്ക് ഫസ്റ്റ് അവസരം വന്നത് പോസിറ്റീവ് ക്യാരക്ടർ ചെയ്യാൻ തന്നെയാണ്. സ്നേഹസമ്പന്നയായ കാമുകിയായിട്ടോ എന്താ വേഷം? കാമുകിയൊന്നുമില്ല, അമ്മയായിരുന്നു. എല്ലാം അമ്മ വേഷങ്ങളാണല്ലേ. അപ്പൊ അങ്ങനെ വന്ന് പോസിറ്റീവ് ക്യാരക്ടർ നന്മയുടെ നിറകൂടമായിരുന്നോ? വല്ലാണ്ട് നിറഞ്ഞു. ഈ സീരിയലിലൊക്കെ ഉള്ള ഒരു പ്രശ്നം എന്തറിയോ? 24 മണിക്കൂറും നന്മ വിതറുന്നാളും നന്മക്കാരി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് നന്മ. മറ്റേതാണെങ്കിൽ തിന്മയാണെങ്കിൽ ഉറങ്ങുമ്പോഴും ഇങ്ങനെ കിടക്കൂ, അങ്ങനെയുള്ള. അപ്പൊ ആ ക്യാരക്ടർ ചെയ്യിച്ചു. അത് കഴിഞ്ഞിട്ട് നെഗറ്റീവ് ചെയ്യാൻ താല്പര്യം ഉണ്ടോന്ന് ചോദിച്ചു. ഒരു ആവേശം. അച്ഛനൊക്കെ അപ്പൂപ്പനൊക്കെ ചെയ്തേക്കുന്നതിന്റെ കണ്ടിട്ട് അതേ കണക്ക് ചെയ്യാൻ പറ്റും എന്നല്ല, ഒരാഗ്രഹം തോന്നി. നെഗറ്റീവ് ചെയ്ത് നോക്കിച്ചപ്പോ അവർക്കും അതാണ് ഇഷ്ടമായത്. നമുക്ക് സന്തോഷമായി. അങ്ങനെ അത് ആദ്യം സിനിമയിലേക്ക് വിളിച്ചിരുന്നു തോന്നുന്നു അല്ലേ? സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചിരുന്നു. ഏത് സിനിമയില്? മുല്ല. അതിനു മുമ്പ് ദിലീപിന്റെ ചിത്രത്തിൽ വിളിച്ചിരുന്നു. അതിനു മുമ്പ് മഞ്ഞു പോലെ ഒരു പെൺകുട്ടി എന്ന് പറയുന്ന മൂവി. സത്യം കേട്ടോ. ഇതൊക്കെ തള്ളുവാണോ എന്നല്ലേ സംസാരം ശ്രദ്ധിക്കുന്നു. അല്ല, എനിക്ക് മനസ്സിലായി. സുസ്മിതയുടെ നോട്ടം എന്തായിരുന്നു അറിയോ? കുറച്ച് നേരമായിട്ട് കുറേശ്ശെ തള്ളു, നാട്ടുകാരെ മുഖത്ത് നോക്കണ്ടെന്നുള്ളതായിരിക്കും അല്ലേ? ഇത് മുല്ല അല്ലേ? എന്നിട്ട് മഞ്ഞുപോലെ പെൺകുട്ടി, പിന്നെ മുല്ല. അങ്ങനെ ആ 2 മൂവീസിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വാതൊക്കെ ബോർഡ് വല്ലതും വെച്ചോ ബുക്കിംഗ് തുടരുന്നു എന്ന് പറഞ്ഞു? കാര്യം 2 സിനിമ വന്ന്, ഒന്ന് 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോ, ഒന്ന് 10th പഠിക്കുമ്പോ. അമ്മ സ്റ്റേജ് നാടകത്തിലൊക്കെ അഭിനയിച്ചല്ലോ. പിന്നെ 8 വർഷം സിംഗറായിരുന്നു. പാട്ടുകാരിയായിരുന്നു അമ്മ? അതെനിക്കറിയില്ലായിരുന്നു കേട്ടോ. അമ്മ നാടകത്തിലാണോ പാടിയിരിക്കുന്നത്? നാടകത്തില്. അമ്മ എത്ര കൊല്ലം നാടകത്തിൽ അഭിനയിച്ചു? KPSC-യിൽ 4 വർഷം അഭിനയിച്ചു. 8 വർഷം പാട്ടുപാടി. വിവാഹം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞു KPSC പോയി. പിന്നെ അത് കഴിഞ്ഞ് ഒരു പ്രാവശ്യം കൂടെ സംഘചേതനയിൽ സ്വാതി ഇരുന്നാൾ പറഞ്ഞ നാടകത്തിൽ അഭിനയിച്ചു. പിന്നെ അതെ തന്നെ. അപ്പൊ ഞാൻ ആ നാടകം കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേണേ 2 പേരും പാടുകയൊക്കെ ചെയ്യും ഇവിടെ കേട്ടോ, പഴയൊരു ഓർമ്മയില് അല്ലേ? അമ്മയൊന്ന് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുക. അമ്മയൊന്നും മൈൻഡ് ചെയ്യുന്നില്ല, പാടും. തലയ്ക്കുമീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി, തപസ്സു ചെയ്യും വേഴാമ്പൽ ഞാൻ, ദാഹജലം തരുമോ, ദാഹജലം തരുമോ. KPSC-യുടെ അശ്വമേധമായിരുന്നല്ലോ നാടകം.
എനിക്കൊന്ന് ഈ നാടകം ഇത് കുറേ കാലം ആൾക്കാർ ഇപ്പോഴും പാടി നടക്കുക. നമ്മുടെ ടോപ്പ് സിംഗറിലെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഈ പാട്ടൊക്കെ ഇപ്പോഴും പാടും. അപ്പോൾ സുസ്മിത എന്താകണമെന്ന് ആഗ്രഹം? എനിക്ക് ബിഗ് സ്ക്രീനിൽ വരണതാണ് ആഗ്രഹം. ബിഗ് സ്ക്രീനിൽ വരണം. പ്രൊഡ്യൂസർമാർ ജാഗ്രതി, ഒരാൾ ബിഗ് സ്ക്രീനിൽ വരാൻ തയ്യാറായിരിക്കുന്നുണ്ട് അല്ലേ? ഈയിടയ്ക്ക് വൈഷ്ണവിയുടെ ഒരു സീൻ കണ്ട് ഞാൻ കസേരയും താഴെ വിടാൻ തുടങ്ങി. എന്തോ കാര്യം അറിയോ, കാലെടുത്ത് ഒരൊറ്റ തൊഴി. അപ്പൊ ഞാൻ സാധാരണ ഇതൊക്കെ കട്ട് ചെയ്താ എടുക്കുന്നത്. ആദ്യം കാല് വെച്ച് ഇങ്ങനെ തൊഴിക്കും. അത് ഇത് ഒറ്റ ഷോട്ടിൽ കാണിച്ചിരിക്കുക. അപ്പൊ ഫേസിലൊക്കെ എക്സ്പ്രഷൻ കൊടുത്തിരിക്കുക നമ്മളൊക്കെ. അപ്പൊ ഞാൻ കസേരയുടെ ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് വീണു. കാര്യം ഒരു ചേച്ചി എണീറ്റ് ഒരാളെ ചവിട്ടി. അപ്പൊ ഒന്ന് വേണേന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് കാണിച്ചു കൊടുക്കുക. അത് പുതിയ പൊണ്ടാട്ടിയുടെ കയ്യിലും കഴുത്തിലും ഉണ്ടല്ലോ ആവശ്യത്തിനുള്ള പൊന്ന്. ഇങ്ങോട്ട് ഊരിത്താ. ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ഞാൻ തന്നെ ഊരിയെടുത്തോളാം. എന്നെ തൊട്ട ചവിട്ടി കൊല്ലും നിന്നെ ഞാൻ. ഈ ഇത് അഭിനയിച്ചല്ല, ആത്മാർത്ഥമായിട്ട് ചെയ്തതാ. അപ്പൊ ഇത് ജീവിതത്തിൽ ഇങ്ങനെ ഒരാളെ ഒരു തൊഴിക്കാൻ സുവർണാവസരം കിട്ടിയാൽ ഇത് തൊഴിക്കേണ്ടതാണെങ്കിൽ തൊഴിക്കും സാർ. തൊഴിക്കോ? മിക്കവാറും ആൾക്കാര് സീരിയൽ അങ്ങനല്ല. ഓക്കെ.